Good evening. Welcome to another weekly market analysis video. You are listening to Anand and this is Stock Market Kerala. So നിഫ്റ്റിയുടെ കഴിഞ്ഞൊരു വീക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തപ്പോൾ തന്നെയാണ് സംഭവിച്ചത്. അതായത് നിഫ്റ്റി എന്നുള്ള ചെറിയ രീതിക്ക് ഒരു കറക്ഷൻ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കറക്ഷൻ ഞാൻ പറയുന്നതാണ് റീടെസ്റ്റ്. നിഫ്റ്റി ഒരു റീടെസ്റ്റ് തന്നിട്ടാണ് വീണ്ടും അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി നിഫ്റ്റി കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ബുള്ളിഷ് ക്ലോസിങ് തന്നെയാണ് നിഫ്റ്റി നമുക്ക് ഒരു വീക്ക്ലി ക്യാൻഡലിൽ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഒരു റാലി കഴിഞ്ഞ് പ്രീവിയസ്ലി എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ തന്നത് അതുപോലെ തന്നെയാണത് അത്യാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.70% നിഫ്റ്റി അതിന് മുമ്പത്തെ ആഴ്ച ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ട് ആ ഒരു പുൾ ബാക്കിൻ്റെ എന്താണ് അത്യാവശ്യം ഒരു ഹാമർ ക്യാൻഡിലായിട്ടാണ് നിഫ്റ്റിയുടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയുടെ ഈ ഒരു വീക്കിലെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 21,834 വീക്ക്ലി ഹൈ, അതുപോലെ വീക്ക്ലി ലോ. ആൻഡ് നമുക്ക് ഈ പോയിൻറ്റ്സ് ഒന്നും കൂടി എന്താണ് കുറച്ചുകൂടി ആക്യുറസി കൂട്ടാം അതിൻ്റെ. അത് 21,834 നമ്മുടെ ഓൾ ടൈം ഹൈ ആണ്. അതുപോലെ 21,500 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ്. നിഫ്റ്റി ആ ഒരു 21,500 നിഫ്റ്റി ബ്രേക്ക് ചെയ്താലേ നിഫ്റ്റിയിൽ ഒരു പറയത്തക്ക രീതിക്കുള്ള എന്താണ് ഒരു കറക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഒരു മേജർ കറക്ഷൻ അല്ല, ഒരു മൈനർ കറക്ഷൻ. നമുക്ക് നിഫ്റ്റി എന്താണ് ഒരു 300-400 പോയിൻറ്റോളം നമുക്ക് 21,500 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ രീതിക്കുള്ള ഒരു മൈനർ കറക്ഷൻ നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആസ് സെറ്റ് 21,832, അതുപോലെ ഈ ഒരു പോയിൻറ്റ് 21,496-ഉം 502. പിന്നെ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ലെവലുകളാണ് നമ്മുടെ പ്രീവിയസ് ഡേ ഹൈയും അതുപോലെ പ്രീവിയസ് ഡേ ലോയും. ആൻഡ് നമ്മൾ അവർലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവർലി ടൈം ഫ്രെയിം 21,748 എന്ന് പറയുന്ന ആ ഒരു ലെവല് നമുക്ക് അത്യാവശ്യം അതിനെന്ത് ചെയ്യാം, ഒരു സോണായിട്ട് വരയ്ക്കാം. ഓക്കെ, ആൻഡ് ഒരു 15 മിനിറ്റിലേക്ക് ആൻഡ് എന്താണ് ആ ഒരു 15 മിനിറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ ആ പ്രീവിയസ് ഡേ ലോയിന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു സോണായിട്ട് തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇവിടെ 21,832 എന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈ ആണ്. പക്ഷേ ലോവർ ടൈം ഫ്രെയിംസിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ടാർഗറ്റ് ആയിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 21,822 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതായത് ഒരു നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു അപ്സൈഡ് ട്രേഡൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 822-ൻ്റെയും 832-ൻ്റെയും അതിനെന്ത് ചെയ്താൽ മതി, അതിനൊരു മേജർ സോണായിട്ട് കണക്കാക്കുന്നതാണ് നല്ലത്. ആ ജസ്റ്റ് എന്താണ് ആ ഒരു 10 പോയിൻ്റ് വരുന്ന എന്താണ് അതിനെ ആ ഒരു സോണായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ട്രേഡ് പ്ലാൻസ് പറയാം. നമുക്ക് ഈ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. 21,564 എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പോയിൻ്റ്. ഓക്കെ, 21,564 നമുക്ക് ഈ ഒരു സോണിന് ശകലം കൂടി ഒന്ന് വിട്ട് കൂട്ടാം. യെസ്, ഓൾമോസ്റ്റ് 21,743-യും 755 എന്ന് പറയുന്ന ആ ലെവൽസ്. ഓക്കെ, സോ നിഫ്റ്റിയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ നിഫ്റ്റി വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു പുൾ ബാക്ക് എടുത്താണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ നിഫ്റ്റീനെ എന്താണ് ആ ഒരു ഡെയിലിയിലേക്ക് പോകുമ്പോൾ ആ ഒരു റീടെസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ആ ഒരു പുൾ ബാക്ക് തന്നു കഴിഞ്ഞിട്ട് പോയ രണ്ട് ക്യാൻഡിലുകൾ വളരെ സ്ട്രോങ് ബുള്ളിഷ് എന്ന് ഞാൻ പറയില്ല. കാരണം ഫ്രൈഡേ ക്ലോസ് ചെയ്തത് അത്യാവശ്യം സെല്ലേഴ്സും ബയേഴ്സും തമ്മിൽ എന്താണ് ഒരു ന്യൂട്രൽ വ്യൂവിലാണ് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. സോ ആ റീടെസ്റ്റ് കണ്ടുള്ള ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബയേഴ്സിൻ്റെ ആ ഒരു അഗ്രസീവ്നെസ് അത്യാവശ്യം കുറവാണ്. നമ്മൾ പ്രീവിയസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ എന്ത് പറയും, അത്യാവശ്യം നമ്മുടെ ആ ഒരു പ്രീവിയസ് ഒക്കെ നോക്കും. അതായത് ആ ഒരു കൺസോൾട്ടേഷൻ ഫേസിന് പിന്നെ മാർക്കറ്റ് പോയതുണ്ട്. അത്യാവശ്യം അതായത് ഒരു കാണത്തക്ക രീതിക്കുള്ള ബുള്ളിഷ് സൈനുകൾ നമുക്കുണ്ടായിരുന്നു. ബുള്ളിഷ് ക്യാൻഡിൽസ് ആയിരുന്നു ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലോസിങ് തന്നിരുന്നത്. പക്ഷേ
ഇവിടെ നോക്കുമ്പോൾ ആ ഒരു പവർ നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ നിന്നാണെങ്കിൽ ആ ഒരു ഓൾമോസ്റ്റ് ഒരു വളരെ വലിയ അറൗണ്ട് ഒരു 2% ഫോൾ നിഫ്റ്റി തന്നിട്ടും തിരിച്ച് കയറിപ്പോയതെല്ലാം എന്ന് വളരെ വലിയ ബോഡിയും നല്ല, അതായത് ആ ഒരു ബയേഴ്സിൻ്റെ എന്താണ് അഗ്രസീവ്നെസ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ആ ഒരു ബയേഴ്സിൻ്റെ ആ ഒരു അഗ്രസീവ്നെസ് നമുക്ക് എന്താണ് അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. സോ നിഫ്റ്റിയിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ക്യാൻ പോസിബിളി മേക്ക് എന്താണ് ഒരു ഡബിൾ ടോപ്പ് തന്നിട്ട് താഴെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഡബിൾ ടോപ്പ്. പക്ഷേ എനിക്ക് ആ ഒരു പോസിബിലിറ്റിയിൽ ഞാൻ എന്താണ് ഒരു 30-35% മാത്രമേ ഞാൻ അതിൻ്റെ അത്ര കൊടുക്കത്തുള്ളൂ. കാരണം എൻ്റെ ആ ഒരു വ്യൂ, ഞാൻ ആ ഒരു പ്രോബിലിറ്റി ആ ഒരു വ്യൂവിനിടാൻ കാരണം വീക്ക്ലിയിൽ വരുന്ന ഈ ഒരു ക്യാൻഡിൽ. കാരണം വീക്ക്ലിയിൽ അത്യാവശ്യം എന്താണ് ഒരു ബുള്ളിഷ് നമ്മുടെ ഒരു ഹാമർ ക്യാൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ ആ പ്രോബബിലിറ്റിക്ക് എന്താണ് തള്ളിക്കളയില്ല ഞാൻ, ബട്ട് എന്താണ് ചെറിയൊരു സാധ്യത ഞാൻ അതിന് കൊടുക്കും. ആൻഡ് ഒന്നെങ്കിൽ എന്തായിരിക്കും നിഫ്റ്റി എന്ന ഡബിൾ ടോപ്പ് തന്നിട്ട് ഇവിടെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്യാനാണെന്ത് ആ ഒരു പോസിബിലിറ്റി ഉള്ളത്. സോ ഇവിടെ അത്ര പവർഫുൾ ക്യാൻഡിൽ അല്ലാത്തത് കൊണ്ട് തന്നെ നിഫ്റ്റി എന്താണ് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് ഈ ഒരു വീക്ക് എന്തായിരിക്കും നിഫ്റ്റിയിൽ അത്യാവശ്യം വോളട്ടൈൽ അല്ലെങ്കിൽ എന്താണ് സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ നിഫ്റ്റിയുടെ എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ 21,700 ഓൾമോസ്റ്റ് കോളിൻ്റെയും പുട്ടിൻ്റെയും എന്താണ് ഒരു റൈറ്റിങ്സ് അത്യാവശ്യം സെയിം ആണ്. ജസ്റ്റ് ഒരു 20% ഇൻക്രീസിന് പുട്ടിനേക്കാളും ഒരു 20% ഇൻക്രീസേ കോളിനുള്ളൂ. അതുപോലെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് ഓൾമോസ്റ്റ് യെസ് PCR ഓൾമോസ്റ്റ് 0.80 ഉള്ളൂ. അതായത് PCR പറയുന്ന മാർക്കറ്റ് എന്ന അത്യാവശ്യം ഒരു ബെയറിഷ് മൂഡിലേക്ക് മാർക്കറ്റ് പോവുകയാണ്. ജനുവരി 4 നോക്കുമ്പം PCR കണ്ടോ, ജനുവരി 1 PCR 0.9 ആയിരുന്നു, പിന്നെ അത് 0.7 ആയി, ഇപ്പോൾ 0.8 നിലവിൽ നിൽക്കുന്നത്. അതായത് അത് ലോജിക്ക് വളരെ സിമ്പിളാണ്. നമ്മുടെ എന്താണ് ആ ഒരു ചെറിയ പുൾ ബാക്കില്ലേ, ആ ഒരു പുൾ ബാക്കിൽ 0.7 പോയി. ആൻഡ് ആ ഒരു ചെറിയ ബുള്ളിഷ് വന്നപ്പോൾ എന്ത് പറ്റി 0.8 പോയി. ബട്ട് അത് 1 മുകളിൽ കയറിയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും സ്റ്റിൽ അതായത് ബെയറിഷ് സെൻറ്റിമെൻറ്റിൽ നിന്ന് മാറി എന്താണ് മാർക്കറ്റ് ചെറിയ രീതിക്ക് ബുള്ളിഷിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണെന്ത് ഈ ഒരു ബുള്ളിഷ് അല്ല സൈഡ് വേസിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് ഈ ഒരു 0.8 കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് അത്യാവശ്യം കോൾ റൈറ്റിങ്ങും പുട്ട് റൈറ്റിങ്ങും തമ്മിൽ ഓൾമോസ്റ്റ് ഒരു 60 ലാക്കിൻ്റെ 67 ലാക്കിൻ്റെ വ്യത്യാസമേ അവിടെ ഉള്ളൂ. സോ ലെറ്റ് സി. അപ്പോൾ മാർക്കറ്റ് നോർമലി എന്താണ് 21,700-ൻ്റെയും 21,500-ൻ്റെയും ഇടയിലാണ് മാർക്കറ്റ് എക്സ്പയർ ആവാൻ പോസിബിലിറ്റി ഉള്ളത്. ആൻഡ് നമ്മൾ ചേഞ്ച് നോക്കുകയാണെങ്കിൽ 21,800 വളരെ ഹൈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. 21,800 നോക്കുമ്പം യെസ് 55 ലാക്കും 15 ലാക്കും വളരെ ഹൈ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് 21,800 നടന്നേക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പോയിൻറ്റ് ഓൾ ടൈം ഹൈ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ലെവലാണ് ഓൾ ടൈം ഹൈ. ഓക്കെ, നമ്മുടെ ഈ ഒരു ഓൾ ടൈം ഹൈ വളരെ സ്ട്രോങ് ആണ്, വളരെ സിമ്പിൾ ട്രേഡുമാണ്. നമുക്ക് ആ ഒരു ഓപ്പൺനെസ് ചേഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താണ് ഇവിടുന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ജസ്റ്റ് ഒരു 10-15 പോയിൻറ്റ്സ് നമുക്ക് SLM സെറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് റിവേഴ്സൽ എടുക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ഓക്കെ, സോ നിഫ്റ്റിയിൽ ഒരു സൈഡ് വേസ്, ഞാൻ ബുള്ളിഷ് ടു സൈഡ് വേസ് ആണ്, ഒന്നെങ്കിൽ ബുള്ളിഷ് ടു സൈഡ് വേസ് അല്ലെങ്കിൽ ബെയറിഷ് ടു സൈഡ് വേസ് ആണ് നോർമലി പറയാറുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇത്തവണ സൈഡ് വേസ് മാർക്കറ്റ് നമുക്കെന്തൊരു ന്യൂട്രൽ വ്യൂ ആണ് മാർക്കറ്റിലുള്ളത്. സോ ഈ ഒരു വീക്ക് നോർമലി എന്താണ് ബയേഴ്സ് ഒന്ന് കോഷ്യസ് ആവുക, നോർമലി ഈ ഒരു വീക്ക് എന്തായിരിക്കും സെല്ലേഴ്സിൻ്റെ കയ്യിലായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത്. ആൻഡ് നമ്മളിനി ബാങ്ക് നിഫ്റ്റിയുടെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഭയങ്കര വോളട്ടൈലാണ് കുറച്ചധികം നാളുകളായിട്ട്. നമുക്ക് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ എന്താണ് ശകലം പാടാണ്. അതുപോലെ തന്നെ അഗ്രസീവ് മൂവ്മെൻറ്റുകൾ വളരെയധികം കൂടുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് വീക്കിൻ്റെ ആ ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റി ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി എന്താണ് സ്റ്റിൽ ആ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും കിടന്ന് കളിക്കുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവലുകളായിട്ട് പറയുകയാണെങ്കിൽ 48,376, 47,825 ആൻഡ് അവർലി ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു സോണാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു സോണായിട്ട് തന്നെ വരയ്ക്കാം ഈ ഒരു ഏരിയ. ഓക്കെ, ഇതൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ആണ്.
അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മുടെ ഈ ഒരു പോയിന്റ്, ഈ ഒരു ഏരിയയിൽ നിന്നും എന്താണ് ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം റെസിസ്റ്റൻസ് എടുത്ത് ബാങ്ക് നിഫ്റ്റി പോയിട്ടുണ്ട്. ലോവർ ടൈം ഫ്രെയിംസ് നമുക്ക് ഈ ഒരു ചെറിയ ഏരിയയില്ലേ, നമുക്ക് പെട്ടെന്ന് തോന്നുന്നു സ്കാൽപ്പ് ചെയ്യാൻ പെട്ടെന്ന്, അത് നമ്മുടെ ഒരു നോ ട്രേഡ് സോണാണ്. ഓക്കെ, ആ ഒരു പോയിൻ്റ് എന്താണ്, ആ ഒരു പോയിൻ്റ് നമ്മുടെ നോ ട്രേഡ് സോണാണ് ആ ഒരു പോയിൻ്റ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രീസ് ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അധികം കൺവിൻസബിൾ ആയിട്ടുള്ള എൻട്രീസ് ലെറ്റ്സ് സീ നോ. ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം എന്താണ് കൺവിൻസബിൾ ആയിട്ടുള്ള എൻട്രീസ് കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇല്ല. കാരണം ലെവൽസ് എല്ലാം എന്താണ് ശകലം ഡിസ്റ്റർബ്ഡ് ആണ്. ഓക്കെ, ശകലം ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും കാര്യങ്ങളും നമുക്ക് കിടക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ എനിക്കത്ര കൺവിൻസബിൾ ആയിട്ടുള്ള ലെവൽസ് അല്ല കറൻ്റ്ലി ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ വേണമെങ്കിൽ ഈ ഒരു വീക്ക് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് ഇപ്പോൾ സപ്പോസ് ഈ ബാങ്ക് നിഫ്റ്റിയെ തന്നെ നമ്മൾ നിഫ്റ്റിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് എന്താണ് കുറച്ചും കൂടി ക്ലീനും സ്പെസിഫിക്കുമാണ്. പക്ഷെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ അത്ര കൺവിൻസിങ് അല്ല ലെവൽസ്. സോ ഐ വിൽ ബി ഇഗ്നോറിങ് ബാങ്ക് നിഫ്റ്റി ദിസ് വീക്ക്. ഓക്കെ, ഞാൻ ഈ ഒരു വീക്ക് ഞാൻ അങ്ങനെ ബാങ്ക് നിഫ്റ്റീനെ ഞാൻ അത്ര ഒരു ഫോക്കസ് ചെയ്യില്ല. നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമുക്ക് നല്ല ലെവൽസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് പ്രൊസീഡ് ചെയ്യാം. ബട്ട് അല്ലാതെ ഇപ്പോൾ കിടക്കുന്ന ലെവൽസ് അത്യാവശ്യം ഡിസ്റ്റർബ്ഡും ആണ്, കൺവിൻസിങ് അല്ല, ഭയങ്കര കോൺസിക്യൂട്ടീവായിട്ടുമാണ് ഇപ്പം കറൻ്റ് ബാങ്ക് നിഫ്റ്റി ലെവൽസ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് നിഫ്റ്റി മാത്രം മതി. സോ നിഫ്റ്റിയുടെ മേജർ ലെവൽസ് ആയിട്ട് പറയുകയാണ് നമ്മുടെ ഓൾ ടൈം ഹൈ 823-ഉം 834-ഉം, അതുപോലെ തൊട്ട് താഴെയുള്ള ആ ഒരു സോൺ എന്ന് വെച്ചാൽ 743-ഉം 755, ഇടയ്ക്കുള്ള ആ ഒരു മൈനർ സോൺ 630 ആൻഡ് 630, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ അതിന് പറഞ്ഞുള്ളൂ. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 564, അതും ബ്രേക്ക് ചെയ്യാൻ 21,500. ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് പറഞ്ഞത് ഇവിടുന്ന് റിവേഴ്സൽ, അതുപോലെ 21,500 എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യം ഒരു ഹൈ പ്രോബബിൾ ആയിട്ടുള്ള എന്ത് ചെയ്യാം ഒരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് വേണമെങ്കിൽ അവിടെ ക്യാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ വീക്കിൽ നമ്മൾ വെച്ച് ഇൻട്രാഡേ സ്റ്റോക്സ് പറയുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് വേണ്ട, ഒരു ചാനൽ ഫോർമേഷനാണ്, നമുക്ക് ബ്രേക്ക് ഔട്ട് വേണമെങ്കിൽ ചെയ്യാം. ബട്ട് അതിലത്ര ഒരു സ്പെസിഫിക് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഒന്നും പറയാൻ പറ്റില്ല. എച്ച് ഐ എൽ നല്ല പ്രൈസ് ആക്ഷൻ ആണ് എച്ച് ഐ എല്ലിൽ കാണിക്കുന്നത്. നല്ല ഫേക്ക് ഔട്ട്സ് ഒക്കെ എച്ച് ഐ എൽ തന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു കുറച്ചുകൂടി നല്ല ലെവൽസ് നമുക്ക് എച്ച് ഐ എല്ലിന് കിട്ടും. ഓക്കെ, സോ എച്ച് ഐ എൽ ഈ ഒരു ഡൗൺ സൈഡ് സോൺ ബ്രേക്ക് ചെയ്യുകയാണെന്നാണ് എച്ച് ഐ എൽ അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജിക്കൽ ലെവൽസ് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. അതുപോലെ എച്ച് ഐ എൽ എന്താണ്, അതായത് എച്ച് ഐ എല്ലിൽ ട്രേഡ് വരുന്നത് ബ്രേക്ക് ഔട്ട് ട്രേഡ് ആണ്. ഇവിടുന്ന് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് എന്താണ് ചെറിയൊരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് 3037-ഉം സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഈ ഒരു പോയിന്റ് 3068-ഉം നമുക്ക് എച്ച് ഐ എല്ലിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ലോങ് എൻട്രിയും ഇതൊരു ഷോർട്ട് എൻട്രിയുമായിട്ട് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഡൗൺ സൈഡ് മൂവ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10 രൂപ അടുപ്പിച്ച് നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് സ്ട്രെസ്സിൽ വരുന്നുള്ളൂ. അപ്പ് സൈഡ് ട്രേഡ് ആണെങ്കിൽ അറൗണ്ട് 6-8 rupees, അറൗണ്ട് 6 to 8 rupees ആണ് അപ്പ് സൈഡ് ലോങ് ട്രേഡ് ആണെങ്കിൽ നമുക്ക് എച്ച് ഐ എല്ലിൽ വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്ക് ഇൻഡസ് ടവർ എടുക്കാൻ കാരണം ഇൻഡസ് ടവർ ഞാനൊരു ബുള്ളിഷ് എൻട്രിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം നല്ലൊരു ബ്യൂട്ടിഫുൾ പുൾ ബാക്കാണ് ഇൻഡസ് ടവർ ഒരു അവർലി ടൈം ഫ്രെയിമിൽ തന്നേക്കുന്നത്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബുള്ളിഷ് എൻട്രികളാണ് ഞാൻ ഇൻഡസ് ടവറിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു സപ്പോർട്ട് സോണും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡസ് ടവർ അത്യാവശ്യം റേഞ്ച് ബൗണ്ടാണ്. ഓക്കെ, അത്യാവശ്യം ഇൻഡസ് ടവർ റേഞ്ച് ബൗണ്ടാണ്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അപ്പ് സൈഡ് വരെ ഒരു ചെറിയ സ്കാൽപ്പ് ട്രേഡ് വേണമെങ്കിൽ പിടിക്കാം. ഏകദേശം വളരെ കുഞ്ഞു മൂവ്മെൻ്റ് ഉള്ളൂ, ഏകദേശം ഒരു അറൗണ്ട് 1% മൂവ്മെൻ്റ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റാണ് 229. ബിക്കോസ് ആ ഒരു പുൾ ബാക്ക്, അത് കാരണം ഹയർ ടൈം ഫ്രെയിമിൽ പുൾ ബാക്കാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ബൈയിങ് വരാം. അപ്പോൾ ആ ഒരു ബൈയിങ് നോർമലി എന്താണ്
ഈ ഒരു ഏരിയയിലെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് തന്നെ പോകും. സോ ഇൻഡസ്ട്രി അവറിലെ പുൾ ബാക്കിന് ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അപ്സൈഡ് എൻട്രി ആണ്. സപ്പോസ് ഡൗൺ സൈഡ് ആണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 217ഉം സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 213ഉമാണ് വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്ക് ICICI ലോംബാർഡ് അത്യാവശ്യം പ്രൈസ് ആക്ഷനുമാണ്, ഒരു പാറ്റേണും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ലൈനിൽ ഒരു ടച്ച് പോയിൻറ്റും കൂടി കിട്ടിയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് സെല്ലിലേക്ക് പോകാം. അതുപോലെ നമ്മൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോട്ട് ട്രേഡ് സോൺ എടുത്തായിരുന്നു. അതുപോലൊരു സോൺ നമുക്കിവിടെയുണ്ട്, ഈ ഒരു പോയിൻ്റ്. അതായത് ICICI അപ്സൈഡാണ് ബ്രേക്ക്, നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയ്ക്ക് മുകളിലോട്ടേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ലോങ് എൻട്രി എടുക്കത്തുള്ളൂ. അതായത് 1402 അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1419 വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കവിടെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇതിനൊരു ഡൗൺ സൈഡ് ബ്രേക്കാണ് വരുന്നത്, നമുക്ക് എന്തൊരു ഫസ്റ്റ് ടാർഗറ്റ് 1384 അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് ഏതാണ് 1375. ഓക്കെ, വളരെ സിമ്പിൾ ഇൻട്രാഡേ ട്രേഡ്സ് ആണ്. സോ നിങ്ങൾക്ക് നിഫ്റ്റി നമ്മുടെ മൺഡേ നമ്മൾ ഡോ ജോൺസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 25 പോയിൻറ്റ്സ് ആണ് ഡോ ജോൺസ് ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത്. സോ എന്നാൽ ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് നമ്മൾ നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് അറൗണ്ട് നമ്മുടെ ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീക്കിലെ അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഡു യുവർ അനാലിസിസ്, നന്നായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക, പൊസിഷൻ സൈസ് ചെയ്യുക, ആൻഡ് ടേക്ക് ഗുഡ് ട്രേഡ്സ്. സോ താങ്ക് യു.